നന്മയാൽ ജയിക്കണമെന്ന സന്ദേശത്താൽ സ്നേഹത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ യേശുനാഥനെ ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ആദ്യമായി നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു ഗായികയാണ് എത്തുന്നത്. നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ഡയന ചേച്ചി ഓൺ സ്റ്റേജ്. ഹായ് ഡയന ചേച്ചി. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. എന്നത്തേതും പോലെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇന്ന് വന്ന് നിൽപ്പുണ്ട്. ഇന്ന് ഏത് പാട്ടാ ചേച്ചി പാടുന്നത്? ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ്. അതെ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. ചേച്ചിനെ സപ്പോർട്ട് ചെയ്യേണ്ട കോറസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. ചേച്ചി നന്നായിട്ട് പാടി തിരിച്ചു വരെ നമ്മൾ എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ്. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കൈക്കുഞ്ഞായി പിറന്നോരോ നാളിലും
ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാളെനിക്കേകിയാലും എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഡയന ചേച്ചി എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു തോന്നി. നന്നായിട്ട് പാടിയല്ലേ? അതുപോലെ നമ്മൾ പ്രേക്ഷകരൊക്കെ ഇഷ്ടമുള്ള ഒരു സിംഗർ കൂടിയാണ് നമ്മൾ ഡയന ചേച്ചി. അപ്പോൾ ചേച്ചി ഇനി അടുത്ത സീസണിലൊക്കെ പാടാനായിട്ട് വരിക. താങ്ക് യു സോ മച്ച്. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായിട്ട് ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ്. സോ ഡുവറ്റ് പെർഫോമൻസിനായിട്ട് വരുന്നത് അലൻ ഷിജു ആൻഡ് ദിയ. നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം അലൻ ആൻഡ് ദിയ. ഹായ് അലൻ, ഹായ് ദിയ. രണ്ടുപേരും നല്ല മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ചിരിച്ച് പാടണം കേട്ടോ. ടെൻഷനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? കൂളാണ്. ഓക്കെ, ഇനി ഏത് പാട്ടാണ് പാടുന്നത്? ദൈവസ്നേഹ പാരമ്യം എന്ന് പറഞ്ഞ പാട്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് എൻട്രൻസ് സോങ് ആയിട്ട് പാടുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ദൈവസ്നേഹ പാരമ്യം പകരുമീ ബലിയിൽ ധ്യാനപൂർവം ചേർന്നിടാം, പങ്കുചേർന്നിടാം. പാപമോചനവും കൃപയും നേടുവാനണയാം വിനയമുള്ള ഹൃദയമോടെ ഒന്നു സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവസ്തുതികൾ പാടിടാം. സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും ചേർന്ന് ദൈവസ്തുതികൾ പാടിടാം. പെസഹാനാളിലെ ആത്മദാനവും കുരിശിൽ മകുടം ചൂടിയ ആത്മാർപ്പണവും പുതുജീവൻ പകർന്നിടും പുനരുദ്ധാനവും അനുസ്മരിക്കുമീ ബലിയിൽ പങ്കുചേർന്നിടാം. സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവസ്തുതികൾ പാടിടാം. സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും
ചേർന്നു ദൈവസ്തുതികൾ പാടിടാം. ദൈവവചനം ഹൃദയവയലിൽ ഏറ്റുവാങ്ങിടാം. ജീവനരുളും ദിവ്യഭോജ്യം കൈക്കൊണ്ടിടാം. ദൈവവചനം ഹൃദയവയലിൽ ഏറ്റുവാങ്ങിടാം. ജീവനരുളും ദിവ്യഭോജ്യം കൈക്കൊണ്ടിടാം. സ്തുതിഗീതം പാടിടുവാൻ അധരമൊരുക്കിടാം. അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചിടാം. ദൈവസ്നേഹ പാരമ്യം പകരുമീ ബലിയിൽ ധ്യാനപൂർവം ചേർന്നിടാം, പങ്കുചേർന്നിടാം. പാപമോചനവും കൃപയും നേടുവാനണയാം. വിനയമുള്ള ഹൃദയമോടെ ഒന്നു ചേർന്നിടാം. സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവസ്തുതികൾ പാടിടാം. സകല സൗഭാഗ്യങ്ങളും മുടിചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവസ്തുതികൾ പാടിടാം. അലനെന്തിയ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് പാടാൻ പറ്റിയോ? ഓക്കെ, അപ്പൊ വീണ്ടും ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ വരിക. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ പാടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഡാന ചേച്ചിയുടെ ഒരു സോളോ പെർഫോമൻസിന് ശേഷം ഒരു സോളോ പെർഫോമൻസും കൂടി നമുക്കുണ്ട്. ഈ സോളോ പെർഫോമൻസിന് വേണ്ടി ലെറ്റ്സ് വെൽക്കം ജോയൽ ഓൺ സ്റ്റേജ്. ഹായ് ജോയൽ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട്. വെൽക്കം ടു ഹോളി ബീറ്റ്സ്. താങ്ക് യു. ജോയൽ ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? അതെ, അതെ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ജോയൽ. ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ബിടെക് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അടിപൊളി. ഇന്ന് ഏത് പാട്ടാ ജോയൽ ഇവിടെ പാടുന്നത്? ഞാനിന്ന് പാടുന്നത് അമ്മയെ അറിയാമെന്ന പാട്ടാണ്. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഒരു TV ഷോയിൽ പാടുന്നത്? അതെ, അതെ, ആദ്യമായിട്ടാണ്. പള്ളിയിൽ കൊയറിലൊക്കെ പാടാറുണ്ട്? ആ, പാടാറുണ്ട്. അപ്പൊ ടെൻഷനൊന്നും വേണ്ട, നമ്മൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. നല്ല കൂൾ ആയിട്ട് പാടിയിട്ട് തിരിച്ചു തരിക. ഓൾ ദി ബെസ്റ്റ്. അമ്മയെ അറിയാം ഇന്നിശുവോടൊപ്പം, യേശുവെ അറിയാം ഇന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം ഇന്നിശുവോടൊപ്പം, യേശുവെ അറിയാം ഇന്നമ്മയോടൊപ്പം. അമ്മേ, എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയ പൈതലാക്കണേ. ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനിയെന്നും
എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം ഇന്നീശോടൊപ്പം, യേശുവെ അറിയാം ഇന്നമ്മയോടൊപ്പം. ക്രൂശിൻ കീഴെ ഞാൻ തളർന്നിരുന്നപ്പോൾ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ. ക്രൂശിൻ കീഴെ ഞാൻ തളർന്നിരുന്നപ്പോൾ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ. ഇന്നും അവനൊപ്പം കൂടെയിരിക്കാൻ ക്രൂശിതൻ തന്നൊരു സ്നേഹമല്ലേ. ആ സ്നേഹമാണിൻ്റെ അമ്മ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ, പൊൻ മകനെ നൽകിയ ത്യാഗമല്ലേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ, പൊൻ മകനെ നൽകിയ ത്യാഗമല്ലേ. ഇന്നും അവനൊപ്പം കൂടെയിരിക്കാൻ ജപമണിമാലതൻ കോട്ടയായി. ആ സ്നേഹമാണിൻ്റെ അമ്മ. അമ്മയെ അറിയാം ഇന്നീശോടൊപ്പം, യേശുവെ അറിയാം ഇന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയ പൈതലാക്കണേ. ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം ഇന്നീശോടൊപ്പം, യേശുവെ അറിയാം ഇന്നമ്മയോടൊപ്പം. ജോയൽ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് പാടാൻ പറ്റി. ഇപ്പൊ ടെൻഷനൊക്കെ പോയി നല്ല ചിരിച്ച് കൂളായിട്ടാണല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ വരാം, ഇതേപോലെ പാട്ടുകളൊക്കെ പാടുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് ആയിട്ട് ഒരു ട്രയോ പെർഫോമൻസ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ദ സിംഗേഴ്സ് പ്ലീസ്. ഹായ് ഓൾ. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? പാട്ടൊക്കെ പാടാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ കരാഞ്ചിറ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സ്റ്റെഫിൻ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ആൻഡ്രിയ, ഞാൻ ഇരിഞ്ഞാലക്കുട. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 പേരും ചേർന്ന് ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നല്ല ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് പാടിയിട്ട് തിരിച്ചു വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീയരികെ, ഓസ്തിയായിനുള്ളിൽ അങ്ങു വാഴും നേരമിതേ. ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീയരികെ, ഓസ്തിയായിനുള്ളിൽ അങ്ങു വാഴും നേരമിതേ. നീരിടുന്ന മുറിവുകളിൽ കാരുണ്യത്തിൻ തൈലവുമാ, സൗഖ്യത്തിൻ സങ്കീർത്തനം നീയാകണേ ഈശോനാഥ. ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീയരികെ, ഓസ്തിയായിനുള്ളിൽ അങ്ങു വാഴും നേരമിതേ. പാപത്തിൽ വീണുപോയി, ദൈവത്തെ മറന്നുപോയി, നന്മയേകും നാഥനെ ഞാൻ ജീവിതത്തിൽ ദൂരെയാക്കി. പാപത്തിൽ വീണുപോയി, ദൈവത്തെ മറന്നുപോയി, നന്മയേകും നാഥനെ ഞാൻ ജീവിതത്തിൽ ദൂരെയാക്കി. ലോകമേകും നോവുമായി കാലമിത്ര ഞാനലഞ്ഞു, സൗഭാഗ്യത്തിൻ തിന്നലായി ചാരിവന്നു നീ. ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീയരികെ, ഓസ്തിയായിനുള്ളിൽ അങ്ങു വാഴും നേരമിതേ.
നെഞ്ചിൽ തൊട്ടു നീ ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീ അരികെ ഊസ്തിയായി എന്നുള്ളിലങ്ങ് വാഴും നേരമിതേ നീറിടുന്ന മുറിവുകളിൽ കാരുണ്യത്തിൻ തൈലവുമാ സൗഖ്യത്തിൻ സങ്കീർത്തനം നീയാകണേ യേശുനാഥാ ആത്മാവിൻ്റെ തേങ്ങൽ കേട്ടു വന്നു നീ അരികെ ഓസ്തിയായി എന്നുള്ളിലങ്ങു വാഴും നേരമിതേ. അപ്പോൾ ഇതാ പാട്ട് പാടി 3 പേര് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നോ? നല്ല എക്സ്പീരിയൻസ്. നന്നായിട്ട് പാടാനൊക്കെ പറ്റി. അതെ. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ വീണ്ടും ഹോളി ബീറ്റ്സിൽ വരിക. താങ്ക് യു. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നത്തേതും പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും ഏറെ ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയ നല്ല ഒരുപിടി ഗാനങ്ങളുമായി തിരിച്ചെത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ നമ്മുടെ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. സോ അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ഹോളി ബീറ്റ്സ്. thank you